السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. وقال النبي صلى الله عليه وسلم: يوم في سبيل الله خير من 1000 يوم فيما سواه. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ദീനിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും ഇരുലോകത്തെ വിജയത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. എല്ലാ പ്രവാചകന്മാരും ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത് ഒരേ കാര്യമാണ്: ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ്. യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണ്. അത് കാലാകാലത്തെ ജീവിതമാണ്. ഒരു മനുഷ്യന് ദുനിയാവിലെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ, നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന ജീവിതവും സന്തോഷകരമാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ ദീനുണ്ടാകണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലിമ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചാൽ മാത്രമേ ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്ത് നിയോഗിക്കപ്പെട്ടത്. ആ വഴിയിലാണ് എല്ലാ പ്രവാചകന്മാരും ത്യാഗങ്ങൾ ചെയ്തത്, പ്രയാസങ്ങൾ അനുഭവിച്ചത്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അതറക്കാൻ, ആ കാര്യം അവർക്ക് ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാർ പല രീതിയിലുള്ള ത്യാഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ശൃംഖലയിൽ അവസാനമായി നിയോഗിച്ച പ്രവാചകനാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് പറഞ്ഞത് ഇതേ കാര്യമാണ്: അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, അള്ളാഹു അല്ലാത്ത മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിൻ്റെ ദാത്തിൽ അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കി ലോകത്ത് ഈ കണ്ടു കാണപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ കൺട്രോളിലാണുള്ളത്. അതിലൂടെ ഒന്നും ഒരു ഖൈറും ഒരു ഷറും നമുക്കുണ്ടാവുകയില്ല. എല്ലാ ഖൈറും ഷറും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഈ കാര്യമാണ് പ്രവാചകന്മാർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഒന്നാമതായി ജനങ്ങളോട് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് പരിപൂർണമായി നമ്മുടെ ഹൃദയങ്ങൾ തിരിക്കണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്നുള്ള യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. വസ്തുക്കളിൽ, ആളുകളിൽ, വ്യക്തികളിൽ, ശക്തികളിൽ, അധികാരങ്ങളിൽ, സമ്പത്തിലൊക്കെ മനുഷ്യൻ്റെ ഹൃദയം തിരിയും. എന്നാൽ ആ ഹൃദയത്തെ നേരായ ചൊവ്വായ പാതയിലാക്കി അള്ളാഹുവിലേക്ക് തിരിക്കുക, ഇതാണ് പ്രവാചകന്മാർ ചെയ്ത പരിശ്രമം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്: ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എൻ്റെ ഹൃദയത്തിൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്കാണ്. ഒരു വളവില്ലാതെ തിരിവില്ലാതെ, ഹനീഫൻ, ചൊവ്വായ നിലയിൽ, മുസ്ലിമൻ, അള്ളാഹുവിനെ പരിപൂർണമായി ഞാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവിനോട് ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുന്നവനല്ല. വലിയ അധികാരി അന്നുണ്ടായിരുന്നു നമ്രൂദ്. ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാണ്.
അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണ് പിതാവ്. പിതാവിൻ്റെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ രാജാവിൻ്റെ സാമീപ്യവും രാജാവിൻ്റെ അധികാരത്തിൻ്റെ സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ഏകാധിപത്യം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹു ആദ്യമേ കാണിച്ചു കൊടുത്തു. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ൽ. അള്ളാഹു പറയാണ്, നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്മാർഗം മുമ്പ് തന്നെ നാം നൽകിയെന്ന്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹൃദയം സന്മാർഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തു. അപ്പം അതുകൊണ്ട് വിഗ്രഹത്തിൻ്റെ നിർമ്മാണശാലയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളർന്നതെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹൃദയം പരിപൂർണമായും അള്ളാഹുവിലേക്ക് തിരിയുകയുണ്ടായി. നമ്മളിന്ന് മക്കയിലാണ്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളുള്ള കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് പരിപൂർണമായി തിരിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിപൂർണമായ യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിയാൻ അള്ളാഹു ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അഫമൻ ശറഹല്ലാഹു സ്വദറഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. ആരുടെയെങ്കിലും ഹൃദയം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുത്താൽ അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ ഒരു പ്രകാശത്തിലായിരിക്കും അവൻ സഞ്ചരിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട വലിയൊരു നിഅമത്താണിത്, വലിയൊരു അനുഗ്രഹമാണിത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് കൊടുത്തു. പ്രവാചകന്മാർ ത്യാഗം ചെയ്ത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അധ്വാനിച്ചു. ആ പരിശ്രമത്തിൻ്റെ ഫലമായി ധാരാളം ആളുകളുടെ ഹൃദയത്തിൽ ഈമാൻ്റെ പ്രഭ ഉണ്ടായി, പ്രകാശമുണ്ടായി. ഇന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള പ്രകാശത്തിന് മങ്ങലേറ്റിരിക്കുകയാണ്. അതിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. ആ പ്രകാശത്തെ നമ്മൾ കൂടുതൽ പ്രശോഭിതമാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദീനിൻ്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത്, വിശുദ്ധ ഖുർആൻ്റെ അർത്ഥങ്ങൾ നമ്മൾ കേൾക്കുന്നത്, തഅലീമിൻ്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത്, അതിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈമാൻ്റെ പ്രകാശമാണ്. അതിൽ നമ്മുടെ ഹൃദയം ലയിക്കുകയും ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന അവസ്ഥയിലായിത്തീരുകയും ചെയ്യണം. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്. അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു, അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടപടക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവരുടെ മുന്നിൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിനെ പരിപൂർണമായി ബരമേൽപ്പിച്ച് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹിനെ കുറിച്ച് കേട്ട്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ ഹൃദയം പരിപൂർണമായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനെ ഭാരമേൽപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. അപ്പോൾ ആ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയണം. നമുക്ക് രോഗം വന്നാൽ ആ രോഗം ശിഫയാക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ള യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകുന്നത്. അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എനിക്ക് വെള്ളം നൽകുന്നത്. അപ്പോൾ ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്, വിശപ്പ് മാറ്റുന്നവനും അള്ളാഹുവാണ്, വെള്ളം നൽകുന്നവൻ അള്ളാഹുവാണ്, ദാഹം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. വിശപ്പ് മാറ്റുന്നത് ഭക്ഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ദുആ നമ്മളെ പഠിപ്പിക്കുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ദുആനിവിധങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. ഒന്ന്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും, അള്ളാഹുവാണ് ഈ ഭക്ഷണം നമ്മളെ കഴിപ്പിച്ചത്. ഇത് കഴിക്കാനോ ഇത് ദഹിപ്പിക്കാനോ ഒന്നും കഴിവെനിക്കില്ല, ഇത് എന്നെ കഴിപ്പിച്ചത് അള്ളാഹുവാണ്. ഇതൊരു ദുആ. മറ്റൊരു ദുആ, അൽഹംദുലില്ലാഹില്ലദീ ഹുവ അശ്ബഅന വഅർവാന, അള്ളാഹുവാണ് എന്നെ വയറ് നിറപ്പിച്ചത്, എൻ്റെ വിശപ്പ് മാറ്റിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. വാർവാൻ, എൻ്റെ ദാഹം മാറ്റിയതും അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതി. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അള്ളാഹുവിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്, അള്ളാഹുവിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് നമ്മൾ വാഴ്ത്തേണ്ടത്. നമ്മൾ ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിനെയാണ് പുകഴ്ത്തുന്നത്. നമസ്കാരത്തിന് ശേഷവും വീണ്ടും അള്ളാഹിനെ പുകഴ്ത്താൻ വേണ്ടി പറയുകയാണ്. ലഹുൽ ഹംദു വലഹുൻ നിഅമ. എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അള്ളാഹുവിനെ പുകഴ്ത്താനാണ്, അള്ളാഹുവിനെ വാഴ്ത്താനാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ റബ്ബി ശ്റഹ് ലി സദ്രി,
വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണം, എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണം, എൻ്റെ നാവിൻ്റെ കെട്ട് ദഅവത്തിന് വേണ്ടി നീ അഴിച്ചു തരണം, എൻ്റെ കാര്യങ്ങൾ അവർക്ക് നീ ഗ്രഹിപ്പിച്ചു കൊടുക്കണം. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂൻ. എൻ്റെ സഹോദരനായ ഹാറൂനെ എൻ്റെ ഒരു സഹായിയായിട്ട് നീ എനിക്ക് നൽകണം. എന്തിനാണ്? കൈ നുസബ്ബിഹക കസീറ, നിന്നെ ഞാൻ കൂടുതലായി സ്തുതിക്കാൻ വേണ്ടി. വനദ്കുറക കസീറ, നിന്നെക്കുറിച്ച് കൂടുതലായി ഞാൻ പറയാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിനെ കൂടുതലായി സ്തുതിക്കുക, അള്ളാഹിനെ കുറിച്ച് കൂടുതലായി പറയുക, അതിനുവേണ്ടി എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരനെ തരണം, എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു തരണം, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണം എന്നാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്ത കാര്യം അതാണ്, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ കഴിയുക. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നവരായി നമ്മൾ ജീവിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ നിങ്ങൾ പുകഴ്ത്തുക, അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തുക. അപ്പോൾ ഓരോ തക്ബീറിലും നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ഓരോ നമസ്കാരത്തിന് ഓരോ ഫറളിൽ നിന്ന് അടുത്ത ഫറളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ബാങ്ക് കൊടുക്കുമ്പോഴും അതെന്നെ പറഞ്ഞത്, ഇഖാമത്ത് കൊടുക്കുമ്പോഴും അത് തന്നെ പറഞ്ഞത്. നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം പറയേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് അല്ല, അതിനു മുമ്പ് അല്ലാഹു അക്ബർ എന്നൊരു പ്രാവശ്യം പറഞ്ഞിട്ടാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറയേണ്ടത്. അപ്പം ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ വളർമ്മയും അള്ളാഹുവിൻ്റെ മഹത്വവും പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഇറങ്ങണം. ഏത് പ്രശ്നം വന്നാലും അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിന് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പഠിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജിൻ്റെ അമലുകളൊക്കെ പലതും നിലനിൽക്കുന്നത്. അതൊക്കെ ലോകത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അപ്പം അള്ളാഹു അത് ഇന്നും ലോകത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിന് 2 റിയാലാണ്. ക്ലോക്ക് ടവറിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത് 1/2 ലിറ്റർ വെള്ളത്തിന് 2 റിയാൽ വാങ്ങിക്കും. പെട്രോളിന് 1 ലിറ്ററിന് 2 റിയാൽ അല്ലേ? അപ്പം അത്രയും വെള്ളത്തിന് പെട്രോളിനേക്കാളും വില കൂടുതൽ. അപ്പം അങ്ങനത്തെ നാട്ടിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസമിനെ പുറപ്പെടുവിക്കുന്നത്. ഇത്രയും സുലഭമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ടൺ കണക്കിന് പുറപ്പെടുവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട്. അതെങ്ങനെയാണ് ഈ സംസം അള്ളാഹു പുറപ്പെടുവിക്കുന്നത്? അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ, അതുപോലെ തന്നെ ഹാജറ ബീവിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ആ കുടുംബത്തിൻ്റെ ത്യാഗത്തെ അള്ളാഹ് കബൂലാക്കുകയാണ്. അവർ ദീനിനു വേണ്ടി സമർപ്പിച്ച അനുസരണ, ആ ത്യാഗമാണ് അള്ളാഹ് കബൂലാക്കിയത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ സാറാ ബീവി, മറ്റൊന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഹാജറ ബീവി. പക്ഷെ അള്ളാഹ് കബൂലാക്കിയത് ഹാജറ ബീവിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയുമാണ്. അവരുടെ പരമ്പരയിലാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹ് കൊണ്ടുവന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ത്യാഗത്തെ ഈ ഉമ്മത്തിൻ്റെ അമലാക്കി അള്ളാഹ് മാറ്റി. സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നമാക്കി അള്ളാഹു പ്രഖ്യാപിച്ചു. ഹാജറ ബീവി കയറി നിന്ന ആ കുന്നുകൾ, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്, നിശ്ചയം സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നമാണെന്ന് അള്ളാഹു പറയുണ്ടായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടിച്ച് അടിച്ച സ്ഥലത്തു നിന്നും അള്ളാഹു അനുഗ്രഹീതമായ സംസമിനെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ അതിവിടെ കുടിക്കുകയാണ് മദീനയിൽ. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കൊണ്ടുപോവാണ്. ഒരു കുറവും വരാതെ അള്ളാഹു വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അത് പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 1000 ആൾക്കാരുടെ പരിപാടി നടന്നാൽ നമ്മൾ വെള്ളം വറ്റിപ്പോവെന്ന് പേടിക്കും. ഇത് 1000 ലക്ഷക്കണക്കിന് ആളുകളാണ് ഡെയിലി ഉപയോഗിക്കുന്നത്. പക്ഷേ പിന്നെയും അത് ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും ചെയ്ത ത്യാഗമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബ മഹിമയല്ല നോക്കിയത്, മറിച്ച് അവർ അനുസരിച്ച ആ ത്യാഗത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലമതിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തെ മുഴുവനും അനുഗ്രഹിച്ചു, കബൂലാക്കി. ആ ഭാര്യയുടെ ദീനിൻ്റെ വഴിയിലുള്ള ആ സമർപ്പണം, ആ സഹായം, ആ പിന്തുണ. ഉപ്പ മകനെക്കുറിച്ച് അറക്കാൻ വേണ്ടി സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ
ഭാര്യനോട് മഷൂറ ചെയ്തപ്പോൾ ഭാര്യ പറയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, അത് ചെയ്യണം. മകൻ പറയാണ് യാ അബതി ഫഅൽ മാ തുഅ്മർ, ഉപ്പയോട് എന്താണ് അള്ളാഹു കൽപ്പിച്ചത് അതുപ്പ പ്രവർത്തിക്കും. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും മകനും ആ കുടുംബം ഒന്നായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ സഹായികളായി മാറിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തലമുറയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരികയുണ്ടായി. എന്ന് മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയാണ്. ആ മരുഭൂമിയിൽ അന്ന് വെള്ളമില്ല, കൃഷിയില്ല, ഇന്നത്തെ കെട്ടിടങ്ങളില്ല, ഒന്നുമില്ലാത്ത അന്നത്തെ ആ മക്ക, അവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യനെയും കുഞ്ഞിനെയും ആക്കി പോകുന്നത്. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു നീ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പ്രവാചകനെ ഇവരുടെ തലമുറയിൽ നീ അയക്കണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി. ആ ദുആന്റെ ബർക്കത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിലുള്ള ത്യാഗ പരിശ്രമങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. ആ ത്യാഗത്തിൻ്റെ പിന്നിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ കൊണ്ടുപോയ മിനാ താഴ്വര ഇന്ന് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അമലിൻ്റെ കേന്ദ്രമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അപ്പം ത്യാഗത്തിൻ്റെ സ്ഥലങ്ങൾ, മസ്ജിദുൽ ഖൈഫിൻ്റെ പരിസരത്ത് 70ഓളം പ്രവാചകന്മാരുടെ ഖബറുണ്ട് എന്നാണ് കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പ്രവാചകന്മാർ മിനയിൽ വന്ന് പിൽക്കാലത്ത് താമസിച്ച് അവിടെ തന്നെ മരിച്ചുപോയതാണ്. അതല്ലാതെ അവരെ നിയോഗിക്കപ്പെട്ട സ്ഥലം അതായിരുന്നില്ല. അവരൊക്കെ ഓരോ നാടുകളിൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അവരുടെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്ഥലവും ആ മക്കയും പരിസരങ്ങളും ഒക്കെ അവർ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് അവിടെ അവർ മരണപ്പെടുകയാണ്, അവിടെ അവരെ ഖബറടക്കം ചെയ്യപ്പെടുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ത്യാഗത്തിൻ്റെ സ്മരണകളാണ് ഹജ്ജിലൂടെയും അതുപോലെ തന്നെ ദീനിൻ്റെ ദഅവത്തിലൂടെയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമം ചെയ്യുമ്പോൾ നബിതങ്ങളോട് അള്ളാഹ് പറഞ്ഞത് എന്താണ്? അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തെ നീ അനുകരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹിജ്റ പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർദിശയിലേക്കാണ് 3 ദിവസം താമസിച്ച് യാത്ര ചെയ്തത്. നബിതങ്ങൾ പിന്നോട്ടേക്ക് നടന്നു. അങ്ങനെ സൗർ മലയിൽ നബിതങ്ങൾ കയറി അവിടെ 3 ദിവസം നബിതങ്ങൾ താമസിച്ചു. സത്യത്തിൽ എന്തിനാണ് നബിതങ്ങളെ അത്രയും വലിയ മലമുകളിൽ അള്ളാഹ്ക്ക് കയറ്റേണ്ട ആവശ്യം? അള്ളാഹു സുബ്ഹാനഹു തആല നമസ്കാരം കൊടുക്കാൻ വേണ്ടി നബിതങ്ങളെ ബുറാഖ് എന്നുള്ള വാഹനത്തിലാണ് മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മിഅറാജിലാണ് 7 ആകാശങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയത്. അള്ളാഹു ഞൊടിയിടയിൽ അത്രയും ദീർഘമായ യാത്ര നബിതങ്ങൾക്ക് എളുപ്പാക്കി കൊടുത്തു. പക്ഷെ ദീനിൻ്റെ വഴിയിലുള്ള യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവറുകൾ എത്ര ത്യാഗപൂർണ്ണമായിട്ടാണ് സൗറിൻ്റെ മുകളിൽ കയറുന്നത്. ഇന്ന് എത്ര സൗകര്യങ്ങളുണ്ട്, കയറാൻ വേണ്ടി സ്റ്റെപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ അന്നത്തെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാവും. അസ്മാ റളിയല്ലാഹു അൻഹ അവറുകൾ നബിതങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന അടിമ നബിതങ്ങളുടെ കൂട്ടത്തിൽ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയുടെ അന്ത്യയാമത്തിൽ താഴോട്ടേക്ക് ഇറങ്ങി വരും. രാത്രിയുടെ ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹം ആ അടിമ മേലോട്ടേക്ക് കയറും. മക്കയിലെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി. അബൂജഹലിന് നബിതങ്ങളുടെ എത്ര വലിയ ശത്രുത ഉണ്ടാവും. പല കുന്നുകളുടെ മുകളിലും കയറി ഏറ്റവും വലിയ മലയായ സൗറിൻ്റെ മുകളിൽ പോലും അബൂജഹൽ എത്തി. എന്നിട്ട് ആ ഗുഹാമുഖത്ത് അദ്ദേഹം എത്തി. ആ ഗുഹാമുഖത്ത് നിന്ന് ഒന്ന് താഴ്ന്ന് നോക്കിയിരുന്നെങ്കിൽ നമ്മളെ കാണുമായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் പറയുന്നുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് അല്ലാഹു സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. 40-ാമത്തെ ആയത്തിൽ ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ ആരും അള്ളാഹിൻ്റെ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ആരുടെയും ആവശ്യം അള്ളാഹുവിൻ്റെ ദീനിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫഖദ് നസ്റഹുല്ലാഹു, നിശ്ചയം അള്ളാഹുവിൻ്റെ പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, കാഫിരീങ്ങൾ പ്രവാചകനെ പുറത്താക്കിയ സന്ദർഭം. സാനി സ്നൈനി, 2 പേരായിരുന്നു അവർ. അങ്ങനെ നബിതങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവറുകളും ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ ഗുഹയിലായി. ഏത് ഗുഹ? ആ സൗർ ഗുഹ. അതിലായ സന്ദർഭത്തിൽ ഇത് യഖൂലു ലി സാഹിബിഹി, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നമ്മൾ പിടിക്കപ്പെടും. അബൂജഹലിന്റെ കാലാണ് ഗുഹാമുഖത്തുള്ളത്. അപ്പോൾ ഗുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഗുഹൻ്റെ മുന്നിൽ നിന്ന് നോക്കിയ ഉള്ളു കാണൂല. ആ രീതിയിലാണ് സൗർ ഗുഹ ഉള്ളത്.
അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നബിതങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവர்கள் ഉള്ളത്. അതിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെ കാല് മുകളിൽ നിന്ന് ഇവർക്ക് കാണാൻ ക്ലിയറായിട്ട്. അപ്പോൾ അബൂജഹൽ പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ എന്തായാലും കൊടുങ്ങും, വേറെ ആരുമില്ല ഇവരെ സഹായിക്കാൻ, എന്തായാലും പിടിക്കപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ വാക്കാണ് മാ ലന്നുക ബിസ്നൈൻ, നീ എന്താ വിചാരിച്ചത്, നമ്മളിവിടെ രണ്ടുപേരാണെന്നാണ് വിചാരിച്ചത്? അല്ലാഹു സാലിസുഹുമാ, ഇവിടെ മൂന്നാമനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. അപ്പോൾ ഒരു ചാണ് ദൂരെയുള്ളൂ, അത്രയും അടുത്തേക്കാണ് അബൂജഹൽ. ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നബി തങ്ങളുടെ തലയെടുത്താൽ 100 ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വകവരുത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ ആ ത്യാഗത്തിന്റെ മുൾമുനയിൽ അള്ളാഹു നബി തങ്ങളെ സംരക്ഷിക്കുകയാണ്. അള്ളാഹു പറയാണ് വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു നബി തങ്ങളെ ശക്തിപ്പെടുത്തി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, അല്ലാഹു പറയുന്ന വാക്ക് നോക്ക്, അള്ളാഹു കുഫറിന്റെ കലിമത്തിനെ നിന്ദ്യമാക്കുമെന്ന് പറഞ്ഞു. വകലിമത്തുല്ലാഹിൽ ഉലിയ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് അല്ലാഹു ഉയർത്തും. എവിടെ? സൗറിന്റെ മുകളിൽ വെച്ചിട്ട് അല്ലാഹു പറയുക. എന്തിനാണ് ഈ ത്യാഗം മുഴുവൻ ചെയ്യിപ്പിച്ചത്? അള്ളാഹു ദീനിനെ ഉയർത്തുന്നത് ത്യാഗത്തിന്റെ പിന്നിലാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ സൗറ് പോലെ കയറ്റേണ്ട ആവശ്യം വല്ലതുണ്ടോ? അള്ളാഹ്ക്ക് ബുറാഖില്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ദീനിനെ ലോകത്തുയർത്തുന്നത് ത്യാഗത്തിന്റെ പിന്നിലാണ്. ആ ത്യാഗം, ആ ഒളിച്ച് താമസിക്കൽ, ആ പ്രയാസങ്ങൾ, ആ വിഷമങ്ങൾ, ആ പട്ടിണി, പാല് മാത്രം കുടിച്ച് കഴിഞ്ഞുകൂടുന്ന ആ സാഹചര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള ആ പ്രയാസമേറിയ അന്തരീക്ഷം, അവിടെ വെച്ചുള്ള ദുആ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹിൽ ഉലിയ. അല്ലാഹുവിന്റെ ഹബീബിനെ ഈ കുന്നിന്റെ മുകളിൽ, ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് അള്ളാഹിന്റെ ദീനിനെ ഉയർത്തേണ്ട ആവശ്യം അള്ളാഹ്ക്ക്? അബൂജഹലിന്റെ കൂട്ടരെയും അള്ളാഹ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ ആനപ്പട്ടാളം കഅബ ഷരീഫ് തകർക്കാൻ വേണ്ടി വന്നപ്പം അള്ളാഹു അബാബിൽ പക്ഷികളുടെ കയ്യിൽ ചെറിയ മണി, കടലമണിയോളം വരുന്ന കല്ലുകൾ കൊടുത്തയച്ചുകൊണ്ടാണ് അവരൊക്കെ വൈക്കോൽ തുരുമ്പ് പോലെ അള്ളാഹു ആക്കിക്കളഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, നിന്റെ റബ്ബ് അസ്ഹാബുൽ ഫീലിനോട്, ആനപ്പട്ടാളത്തോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിനക്കറിയുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. അവരുടെ തന്ത്രങ്ങളൊക്കെ അല്ലാഹു പാഴാക്കി കളഞ്ഞില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബിൽ, അബാബിൽ പക്ഷികൾ അവർക്ക് മുകളിൽ നാം അയച്ചില്ലേ? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പിയ വൈക്കോൽ തുരുമ്പ് പോലായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ ഒരു ശൈലിയാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇത് ത്യാഗത്തിലൂടെ നടക്കുള്ളൂ. ത്യാഗത്തിന്റെ പിന്നിലാണ് ഈമാന്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തഹജ്ജുദിന്റെ മാധുര്യം എന്താണ് നമുക്ക് കിട്ടുക? ഖുർആന്റെ അർത്ഥത്തിന്റെ മാധുര്യം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എതിർപ്പുകൾ, പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, വിഷമങ്ങൾ, ഞെരുക്കങ്ങൾ അതൊക്കെ അനുഭവിക്കുമ്പോഴാണ് ആ മാധുര്യം നമ്മുടെ മനസ്സിൽ അള്ളാഹു തുറന്നു തരിക. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആര് നമ്മുടെ മാർഗത്തിൽ ത്യാഗ പരിശ്രമത്തിന് തയ്യാറുണ്ടോ അവർക്ക് നാം സന്മാർഗത്തിന്റെ വഴികളൊക്കെ തുറന്നു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃതവാന്മാരുടെ കൂട്ടത്തിലാണ്. ഒന്ന് കുനിഞ്ഞു നോക്കാൻ അബൂജഹലിന് തോന്നിയില്ല. അബൂജഹൽ ഒന്ന് കുനിഞ്ഞു നോക്കിയെങ്കിൽ കാണുമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു ലാ തഹ്സൻ, നീ വ്യസനിക്കരുത്, ഇന്നല്ലാഹ മഅനാ, നിശ്ചയം അല്ലാഹ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ലാ തഹ്സൻ എന്ന് പറഞ്ഞ നീ വ്യസനിക്കരുത്, ദുഃഖിക്കരുതെന്ന്, നീ ഭയപ്പെടരുതെന്നല്ല. ഭയം ഉണ്ടായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു തീരെ ഭയമില്ല, നബിതങ്ങൾക്കും ഭയമില്ല. അവർക്ക് അള്ളാഹിനെ മാത്രമേ ഭയമുള്ളൂ. വ്യസനായിരുന്നു, നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു വ്യസനം. നബിതങ്ങൾ പറഞ്ഞു ലാ തഹ്സൻ, നീ വ്യസനിക്കണ്ട, നിശ്ചയം അല്ലാഹ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു യഖീന്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്ത് ഇറക്കി കൊടുത്തു അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക്. നബി തങ്ങൾക്ക് ആദ്യമേ സക്കീനത്തുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് അല്ലാഹു സക്കീനത്ത് ഇറക്കി കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും സക്കീനത്തിലായി. വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ. ദീനിൻ്റെ പരിശ്രമം അത് വലിയൊരു അനുഗ്രഹമാണ്. അതിലൂടെയാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുക, നമ്മുടെ ഈമാനിൽ യഖീൻ ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ അടിയുറച്ച യഖീനൊക്കെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിലുള്ള ത്യാഗ പരിശ്രമത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസത്തിന് ശേഷം അവിടുന്ന് ഇറങ്ങി മദീനയിലേക്ക് യാത്ര ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാനോ നബി തങ്ങളെ കാണാനോ ഒന്നും സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി സംരക്ഷിക്കുകയുണ്ടായി. ഇതാണ് ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമത്തിൻ്റെ രൂപം എന്ന് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്.
പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും, പക്ഷെ അള്ളാഹിൻ്റെ ഗൈബിയായ സഹായം ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരീക്ഷണങ്ങളും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കി കളയാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാവും, പക്ഷേ അള്ളാഹു സംരക്ഷിക്കും. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കൾ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അത് താങ്കൾ എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കണം, പരിശ്രമിക്കണം. ഇൻഫറാദി ദാവത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ നമ്മൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് നമ്മൾ ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. സൃഷ്ടികളെ കൊണ്ട് സ്വന്തമായി ഉപകാരം ചെയ്യാൻ സാധ്യമല്ല, ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യമല്ല. വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും ഷറും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇത് നമ്മൾ ദാവത്ത് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാനിൽ ബലഹീനത സംഭവിക്കും, നമ്മുടെ ഈമാനിൽ പോരായ്മകൾ വരും. നമ്മുടെ ഈമാനിൽ തന്നെ ഒരുപാട് കാര്യകാരണങ്ങളുമായി കണക്ഷൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈമാൻ ഉണ്ടാകുക. കാര്യകാരണങ്ങളൊന്നും അള്ളാഹ്ക്കൊരു വിഷയമല്ല. കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്. കാര്യകാരണങ്ങൾ ഉണ്ടാക്കാതെയും കാര്യങ്ങൾ നടത്താൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അതാ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നാടും മിസ്റാണ്, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ നാടും മിസ്റായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമും ജീവിച്ചത് കൊട്ടാരത്തിലാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം ജീവിച്ചതും കൊട്ടാരത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാം വീണതും വെള്ളത്തിലാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം വീണതും പൊട്ടക്കിണറ്റിലെ വെള്ളത്തിലാണ്. അവരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ പരസ്പരം കണക്ഷൻ ഉണ്ടാവും. 400 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അവർ രണ്ടുപേരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്താൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കിയതാണ് ഖുർആൻ അള്ളാഹ് പറയുന്നത്. സൂറത്തുൽ ഖസസിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കാണാൻ പറ്റും. സൂറത്തു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കാണാൻ പറ്റും. അത് പരസ്പരം പല വിഷയത്തിലും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ രണ്ടുപേരെയും സംരക്ഷിക്കുന്നത് സ്ത്രീകളാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ ഉമ്മാൻ്റെ അടുത്തേക്ക് അള്ളാഹ് ഏൽപ്പിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് ആസിയ ബീവിൻ്റെ അടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ അള്ളാഹ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ. മൂസാ നബി അലൈഹി സ്വലാം ഫിറഔന്റെ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഒരു പരീക്ഷണമായിട്ട് സുലൈഖ വന്നു. പിൽക്കാലത്ത് സുലൈഖ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംരക്ഷകയായി മാറുകയാണ്. അപ്പോൾ അള്ളാഹു ഒരു കാര്യത്തെ അനുകൂലാക്കാനും കഴിവുള്ളവനാണ്, പ്രതികൂലമാക്കാനും കഴിവുള്ളവനാണ്. ഇസ്സത്തിൻ്റെ വഴിയിലൂടെ ദില്ലത്തിലാക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്, ദില്ലത്തിൻ്റെ വഴിയിലൂടെ ഇസ്സത്തിലാക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഇസ്സത്തും ദില്ലത്തുമെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഈ യഖീനാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിൽ നമ്മൾ വരമേൽപ്പിക്കണം. 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അള്ളാഹു അനുകൂലമാക്കും, അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അള്ളാഹു പ്രതികൂലമാക്കും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനിലൂടെ പഠിപ്പിച്ചെന്ന കാര്യം. നമസ്കാരം ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഏത് കാര്യവും ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. ഏത് പ്രശ്നത്തിനും പരിഹാര വിധങ്ങൾ പറഞ്ഞ നിസ്കാരമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കുക നമസ്കാരത്തിലൂടെ. നമസ്കാരം ബാഹ്യമായി കാണുമ്പോൾ വളരെ ലളിതമായ ഒരു അമലാണ്, പക്ഷേ അതിന് വലിയ ശക്തിയുണ്ട്. ഭൗതികമായ എല്ലാ കാര്യകാരണങ്ങളെക്കാളും ഏറ്റവും വലിയ കഴിവുള്ള ഒരു കാര്യമാണ് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തിത്തരുന്ന ഉറപ്പായ ഒരു വഴിയാണ് നമസ്കാരം. ബാക്കി കാര്യകാരണങ്ങളൊക്കെ ചിലപ്പം ഖൈറ് ഷർറാകാൻ സാധ്യതയുണ്ട്, ഷർറ് ഖൈറാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങൾ ഉറപ്പായും പരിഹരിച്ചു തരുന്ന ഒരു വഴിയാണ് നമസ്കാരം. നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ശിഫ ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായും ശിഫ നൽകും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവർക്ക് രോഗം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ രോഗം മാറിയെന്ന് പറഞ്ഞാൽ ഉറപ്പായും മാറുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഉടനെ തന്നെ ഗുളികയിലേക്ക് പോവും, അസ്ബാബുകളിലേക്കാണ് നമ്മൾ ആദ്യം തിരിയുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തിരിയേണ്ടത് ഉടമസ്ഥനായ രാജാതിരാജനായ അള്ളാഹുലേക്കായിരിക്കണം. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന ഒരു യഖീനിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമസ്കാരം. ക്ഷമയുടെ ഒരു പ്രകടന രൂപമാണ് നമസ്കാരം. ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമസ്കാരത്തിലൂടെ അള്ളാഹിൻ്റെ സഹായം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്.
അള്ളാഹു നമ്മുടെ റിസ്ക് ബന്ധപ്പെടുത്തിയിരിക്കുന്ന നമസ്കാരവുമായിട്ടാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. സുബ്ഹി നമസ്കരിച്ചാൽ റിസ്കിൽ ബർക്കത്തുണ്ടാവും. ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ നബിതങ്ങൾ സ്വന്തം ഭാര്യമാരോട് പോലും പറഞ്ഞത് നിസ്കാരം കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നബിതങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. പക്ഷെ എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിസ്കാരത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള ദുഹാ നമസ്കാരം നമ്മൾ പതിവാക്കണം. നബിതങ്ങൾ മക്ക ഫതഹിൻ്റെ ദിവസം വളരെ ക്ഷമയോടുകൂടി 12 റക്അത്ത് ദുഹാ നമസ്കരിച്ചു എന്ന ഹദീസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കാരം പതിവാക്കണം. ദുഹാ വലിയ ബർക്കത്തുള്ള നിസ്കാരമാണ്. സമുദ്രത്തിന് നുരയേക്കാൾ പാപങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. വളരെ എളുപ്പമുള്ള നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറച്ച് അള്ളാഹുമായി അടുത്ത ആൾക്കാർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ ദുഹാന്റെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ടൈമാണ്. വളരെ ദീർഘമായ ടൈമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തായാലും ഉണർന്നിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ബർക്കത്തിനത് കാരണമാവും. വൈകുന്നേരമാകും എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. നീ ജോലിക്ക് പോകുമ്പം ദുഹാ നമസ്കരിച്ചുകൊണ്ട് പോവുക, അത് നിനക്ക് വൈകുന്നേരത്തിന് മതിയായതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ അമലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വെച്ചിട്ടുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അത് ആണാണെങ്കിലും കുഴപ്പമില്ല പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, സൽക്കർമ്മങ്ങളുണ്ടോ എന്നാൽ അള്ളാഹു പരിശുദ്ധമായ ജീവിതം തരുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, പരിശുദ്ധമായ ജീവിതം. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പിന്നെ അവർക്ക് ആഖിറത്തിൽ ഉയർന്ന നേട്ടം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ പരിഹരിക്കുക. സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അധികമായി ദിക്ർ ചെയ്യണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കണം. ഖുർആൻ്റെ അർത്ഥം നമ്മൾ വായിക്കണം, അത് നമ്മൾ പഠിക്കണം. ഖുർആൻ ഓതുക, അത് ഖുർആനോടുള്ളൊരു കടമയാണ്. അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കുക എന്നുള്ളത് മറ്റൊരു കടമയാണ്. അതിൻ്റെ അർത്ഥം ചിന്തിക്കുക എന്നുള്ളത് മറ്റൊരു കടമയാണ്. അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് മറ്റൊരു കടമയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വേറൊരു കടമയാണ്. 5 രീതിയിലുള്ള കടമ ഖുർആനോട് നമുക്കുണ്ട്. ഒന്ന് ഓതണം, പിന്നെ അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ട ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കണം, മനഃപ്പാടാക്കേണ്ടി വരും. ചില ആയത്തുകൾ, ചില സൂറത്തുകൾ, അത് മുഅ്മിനീങ്ങൾ എല്ലാവരും പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ അർത്ഥം ചിന്തിക്കണം. വഹാദാ കിതാബുൻ മുബാറക്കുൻ അൻസൽനാ, അള്ളാഹു പറഞ്ഞു ഇതൊരു ബർക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. ഖുർആൻ ഓതുമ്പോൾ തന്നെ ജീവിതത്തിൽ നമുക്ക് ബർക്കത്തുണ്ടാവും. ഒരു പേജ് ഓതിക്കഴിഞ്ഞാൽ ഒരു പേജിൻ്റെ ബർക്കത്തുണ്ടാവും. ഒരു ജുസ് ഓതിക്കഴിഞ്ഞാൽ ഒരു ജുസിൻ്റെ ബർക്കത്തുണ്ടാവും. 3 ജുസ് ഓതിക്കഴിഞ്ഞാൽ 3 ജുസിൻ്റെ ബർക്കത്തുണ്ടാവും. എത്രയാണോ നമ്മൾ ഓതുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ്റെ ഐശ്വര്യം, ഖുർആൻ്റെ അഭിവൃദ്ധി ഉണ്ടാവുക. അതേപോലെ തന്നെ ഖുർആൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ള പറയുകയാണ്. എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഖുർആൻ്റെ അർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അത് ഞാൻ എളുപ്പാക്കിയിട്ടില്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അതേപോലെ തന്നെ അത് പിൻപറ്റണം, മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് മാഷാ അല്ലാഹ് എല്ലാ ഖൈറുകളും നമ്മളെ തേടി വരും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, ഇത് പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. എല്ലാ ഞെരുക്കങ്ങൾക്കുള്ള പരിഹാരമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എല്ലാ ഞെരുക്കങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. ഹൃദയം ഞെരുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് ഒരു 300 തസ്ബീഹ് ചെയ്ത് നോക്ക്, നമ്മുടെ ഹൃദയം വിശാലമായിട്ടുണ്ടാവും. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ദൂരമായി പോയിട്ടുണ്ടാവും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഒരു 300 തസ്ബീഹ് ചെയ്താൽ തന്നെ അതിനാകെ ഒരു 20 മിനിറ്റ് മതി. പക്ഷെ നമ്മൾ പ്രയാസം മാറാൻ വേണ്ടി എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്യും, പക്ഷെ പ്രയാസം മാറൂല. അള്ളാഹുവിൻ്റെ ദിക്റിൽ പ്രയാസം മാറും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക ഹൃദയത്തിൻ്റെ സമാധാനം അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹിൻ്റെ ദിക്റാണ് ഏറ്റവും വലുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെക്കുറിച്ച് പറയും മലക്കുകളോട്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് മലക്കുകളോട് നമ്മളെക്കുറിച്ച് പറയും. ആ സ്മരണക്കാണ് ഈ ആയത്തിൽ അള്ളാഹിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞു. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു നിങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം നമ്മളൊരു അടിമ, നമ്മളൊന്നുമല്ല. അപ്പം നമ്മളെക്കുറിച്ച് അള്ളാഹ് പറയുകയാണ് മലക്കുകൾ, കണ്ടില്ലേ ഇന്ന സ്ഥലത്ത് എന്നെക്കുറിച്ച് ഓർക്കുന്നത് കണ്ടില്ലേ?
അതേറ്റവും വലിയ കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യം വേറൊന്നുമില്ല. അപ്പം അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം. രാവിലെ സുബഹിക്ക് ശേഷം, അതേപോലെ തന്നെ അസറിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മതി. സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുണ്ടായി, സഖീലത്താനി ഫിൽ മീസാൻ, മീസാന്റെ ത്രാസിൽ ഏറ്റവും ഭാരമുള്ളത്, ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായത്, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമുള്ളത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ആ വചനമാണെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്. അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നാവിന് വളരെ എളുപ്പമുള്ളതാണ്, മീസാന്റെ ത്രാസിൽ ഏറ്റവും ഭാരമുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, മകനെ ഞാൻ നിന്നോട് 2 കാര്യം ഉപദേശിക്കുകയാണ്, അത് നീ മുറുകെ പിടിക്കണം. അതിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അധികമായി പറയണം. രണ്ടാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി നീ അധികമായി പറയണം. ആ വചനം ത്രാസിൻ്റെ ഒരു തട്ടിലും മറുതട്ടിൽ ആകാശഭൂമികൾ മുഴുവനും വെച്ചാൽ അതിനായിരിക്കും ഭാരം കൂടുതൽ ഉണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും മറികടന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പറയുന്ന തസ്ബീഹ്. അതിലൂടെയാണ് അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നത്. അപ്പം എല്ലാ സൃഷ്ടികളും അള്ളാഹിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷേ അവകളുടെ തസ്ബീഹിൻ്റെ ഭാഷ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഭാഷയിലല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഭാഷ വേറെ, നിങ്ങളുടെ ഭാഷ വേറെ. അവർ നിങ്ങളെപ്പോലത്തെ ഒരു സമുദായം തന്നെയാണ്, ഇല്ലാ ഉമമുൻ അംസാലുക്കും. പക്ഷെ അവരുടെ തസ്ബീഹ് വേറെതാണ്, നിങ്ങളുടെ തസ്ബീഹ് വേറെതാണ്. നിങ്ങൾക്ക് അവരുടെ തസ്ബീഹിൻ്റെ ഭാഷ അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോഴി കൂവുന്നത് കേൾക്കുമ്പം നിങ്ങൾ ആക്ഷേപിക്കരുത്, അത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. മലക്കുകളെ കണ്ടിട്ടാണ് അത് അപ്രകാരം പറയുന്നത്. അപ്പം ഇങ്ങനെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാത്ത ഒരു സൃഷ്ടിയുമില്ല. വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, വൻ നുജൂമു നക്ഷത്രങ്ങളും, വൽ ജിബാലു പർവ്വതങ്ങളും, വശജറു വൃക്ഷങ്ങളും, ഇതെല്ലാം അള്ളാഹിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ പുകഴ്ത്തുക, അള്ളാഹിനെ വാഴ്ത്തുക. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അള്ളാഹിനെ പുകഴ്ത്താനുള്ള വാക്കാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുനാകുന്നു സർവ്വസ്തുതിയും. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ തസ്ബീഹിൻ്റെ കൂട്ടത്തിൽ പർവ്വതങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇത്രയും വലിയ അധികാരവും പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അതിനേക്കാൾ വലിയ അധികാരമൊക്കെ കൊടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തസ്ബീഹും ശുക്റും ഒക്കെ ആയിരുന്നു എന്ന്. അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള ശുക്ർ, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പെടുക്കൂല. രാത്രി 2 ഭാഗം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കും, പിന്നെ വീണ്ടും വിശ്രമിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ അങ്ങേറ്റം ശുക്ർ ചെയ്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പം അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലണം. മലക്കുകളും അതുപോലെ തന്നെ അള്ളാഹുവും ചെയ്യുന്ന അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞു. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്തും സ്വലാമും ചൊല്ലുക എന്ന് അള്ളാഹ് കൽപ്പിക്കുകയാണ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തില്ലാത്ത ഒരു ഇബാദത്തില്ല, എല്ലാത്തിനും സ്വലാത്തുണ്ട്. നമസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ടതാണ് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞു. മയ്യിത്ത് നിസ്കാരത്തിലും സ്വലാത്തുണ്ട്. സാധാരണ അത്തഹിയ്യാത്തിൽ ആ സ്വലാത്തില്ല. പക്ഷേ മയ്യിത്ത് നിസ്കാരത്തിൽ നൃത്തത്തിൽ തന്നെ 2ാമത്തെ തക്ബീറിൻ്റെ സ്വലാത്ത് എല്ലാം. സ്വലാത്തില്ലാതെ ഒരു അമലും അള്ളാഹ് കബൂലാക്കൂല, ഒരു ദുആയും അള്ളാഹ് കബൂലാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലണം അള്ളാഹ് കൽപ്പിക്കുകയാണ് ഖുർആനിൽ. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ലഘൂകരിക്കാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, യൂനുസ് നബി എങ്ങാനും മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ആ വചനം പറഞ്ഞിട്ടില്ല എങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസുൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം വരെ അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ ആകുമായിരുന്നു. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ചു. എന്താ വിളിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹു നീ പരിശുദ്ധനാണ്, നീ മഹാനാണ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്. അള്ളാഹു അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ സമ്മതിക്കണം, അള്ളാഹു ഞാൻ തമ്മാടിയാണ്, ഞാൻ വളരെ മോശമാണ്, നീ മഹാനാണ്, നീ ഉന്നതനാണ്. ഇത് അള്ളാഹിൻ്റെ മുന്നിൽ സമ്മതിക്കണം, അതാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ അള്ളാഹു യൂനുസ് നബിനെ മാത്രമല്ല വകദാലിക നുൻജിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും
80 പ്രാവശ്യം ഈ വചനം പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ പോലും അള്ളാഹു തള്ളിക്കളയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഇസ്തിഗ്ഫാർ നമ്മൾ മുറുകെ പിടിക്കണം. നബി തങ്ങൾ പറഞ്ഞു മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിർബന്ധമായി മുറുകെ പിടിച്ചാൽ, നിർബന്ധാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർബന്ധം. ചില ആൾക്കാരുണ്ട് രാവിലെ നടത്തം നിർബന്ധം, എന്തായാലും ഒഴിവാക്കൂല, ഇടയിൽ വെച്ച് ആരെയും കണ്ടാൽ സംസാരിക്കൂല, കാണാത്ത പോലെ നടക്കും. ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് നിർബന്ധം ഉണ്ടാവും. ഇതേപോലെ ഇസ്തിഗ്ഫാറിനെ ആരെങ്കിലും നിർബന്ധാക്കി പിടിച്ചാൽ മിൻ കുല്ലി നീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, നബി തങ്ങൾ പറഞ്ഞു എല്ലാ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു അവനൊരു വഴി തുറന്നു കൊടുക്കും. അവൻ്റെ എല്ലാ മാനസികമായ പ്രയാസങ്ങളും അള്ളാഹ് പരിഹരിച്ചു കൊടുക്കും. ആരെങ്കിലും ഇസ്തിഗ്ഫാർ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ചെയ്യലല്ല, മെൽ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ നിർബന്ധമായി മുറുകെ പിടിച്ച്. ഞാൻ ഒഴിവാക്കൂല, എല്ലാ ദിവസവും രാവിലെ ഞാൻ 100 ഇസ്തിഗ്ഫാർ നിർബന്ധമായി ചെയ്യും, വൈകുന്നേരം 100 ഇസ്തിഗ്ഫാർ ചെയ്ത് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാൾ കാണുകയാണെങ്കിൽ, അത് കഴിഞ്ഞാലേ സംസാരമുള്ളൂ, ചായ കുടിയുള്ളൂ, ബാക്കിയുള്ള ഏർപ്പാടുകളുള്ളൂ, കളിയുള്ളൂ, ചിരിയുള്ളൂ എന്നൊരാൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല, അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നബി തങ്ങളുടെ ജീവിതം, ഇതാണ് നമ്മുടെ ജീവിതമായി മാറേണ്ടത്. ഇന്ന് നമ്മളെ കോലത്തിൽ നബി തങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൻ്റെ ദിവസം മക്കയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും പകരം വീട്ടുമെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കാരുണ്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും അനുഗ്രഹം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു. നബി തങ്ങൾ പോകുന്ന സമയത്ത്, നബി തങ്ങൾ പോകുമ്പം മദീനയിലേക്ക് പോകുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ, കാബൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ എനിക്കൊരു അവസരം തരോ. ഉസ്മാൻ ഇബ്നു അബീ തൽഹയാണ് കാബൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊന്ന് താക്കോൽ. അദ്ദേഹം പറഞ്ഞു ഇല്ല. നബി തങ്ങൾ പറഞ്ഞു മക്കം ഫതഹ ഒരു ദിവസം, അന്ന് എൻ്റെ കയ്യിൽ ഈ ചാവി എത്തും, ആ സമയത്ത് എൻ്റെ പെരുമാറ്റം എന്താണെന്ന് നീ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. നബി തങ്ങൾ മക്കം ഫതഹായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കത്തെത്തി. നബി തങ്ങളുടെ കയ്യിൽ ചാവി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അബീ തൽഹനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു ആ ഓർമ്മയുണ്ട്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇനി ഖിയാമത്ത് വരെ നിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ ഈ ചാവി ഇരിക്കട്ടെ. അപ്പം ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ കയ്യിലാണ് ആ ചാവിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഏൽപ്പിച്ചതാണ് മക്കം ഫതഹിൻ്റെ ദിവസം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ താക്കോൽ സൂക്ഷിപ്പുകാരൻ മരണപ്പെട്ടു. അപ്പം അടുത്ത ആൾക്കാരെ കുടുംബത്തിലെല്ലാവരും കൂടി തിരഞ്ഞെടുത്തു. നമ്മളതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും തലമുറയായിട്ട് ആ ചാവി അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നത്, രാജാവിൻ്റെ കയ്യിലല്ല വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അന്ന് പറഞ്ഞതാണ് മക്കം ഫതഹിൻ്റെ ദിവസം ഖിയാമത്ത് വരെ ഈ ചാവിനെ നിൻ്റെ കയ്യിൽ തന്നെ. ഇപ്പം നബി തങ്ങൾ കാണിച്ചു കൊടുക്കുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പകരം വീട്ടലല്ല. നബി തങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവസരം ചോദിച്ചപ്പം കൊടുത്തില്ല. 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾക്ക് അള്ളാഹു 10 വർഷത്തിന് ശേഷം വിജയം കൊടുത്ത് നബി തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ താക്കോൽ നബി തങ്ങളുടെ കയ്യിൽ വന്നപ്പം നബി തങ്ങൾ അയാളെ പുച്ഛിച്ചില്ല എന്ന് മാത്രമല്ല, അയാളോട് പറഞ്ഞു നിന്റെ കുടുംബത്തിൻ്റെ കയ്യിലായിരിക്കും ഖിയാമത്ത് വരെ മക്കൻ്റെ ഈ കാബൻ്റെ താക്കോൽ ഉണ്ടാവുക. ഇന്നും അത് ഇന്നത്തെ ഇവിടുത്തെ ഭരണകൂടം പോലും അത് കാത്തു സൂക്ഷിച്ച് അവരെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ഭരണത്തിൽ റോളൊന്നുമില്ല, അവർക്ക് റോളെന്താണ് കാബൻ്റെ താക്കോൽ സൂക്ഷിക്കുക. അത് അന്ന് നബി തങ്ങൾ കൊടുത്ത ആദരവാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം നബി തങ്ങൾ കാണിച്ചതാണ്. ദീനെന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുവീഴ്ചയാണ്. തിന്മ ചെയ്യുന്ന ആൾക്കാരോട് അങ്ങോട്ട് നന്മ ചെയ്യലാണ്. നിന്നോട് തിന്മ ചെയ്യുന്ന ആളോട് നീ അങ്ങോട്ട് നന്മ ചെയ്യുക. എന്നാൽ നിന്നോട് ശത്രുത പുലർത്തുന്ന ആളുകൾ പോലും നിന്റെ കൂട്ടുകാരനായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിക്കുന്ന ആളോട് നീ ബന്ധം ചേർക്കുക. വഅഫു അമ്മൻ വലമക, നിന്നോട് അക്രമം ചെയ്യുന്ന ആളുകൾക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കുക. വഅതി മൻ ഹറമക, നിനക്ക് തരാത്ത ആളുകൾക്ക് നീ അങ്ങോട്ട് കൊടുക്കുക. എന്നാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ പേരിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ നിനക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനം ആഖിറത്തിലാണ്, സ്വർഗത്തിലാണ്, ദുനിയാവിലല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ദുനിയാവാണ്. പക്ഷെ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ദുനിയാവിനേക്കാൾ നല്ലത് ആഖിറമാണ്. മുത്തഖീങ്ങൾക്ക് ഏറ്റവും നല്ലത് ആഖിറമാണ്. ഞെരുക്കമുള്ള സ്ഥലത്ത് നിന്ന് വിശാലമായ സ്ഥലത്തേക്ക് നമ്മളെ വിളിക്കുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും, അല്ലേ?
നമുക്ക് റാഹത്തുണ്ടാവും മനസ്സിൽ, നമ്മൾ പെട്ടെന്ന് ഓടിപ്പോവും. നമ്മളെ ഒരു ഞെരുക്കത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരാൾ പറയും ഇവർ നമ്മളെ വീട്ടിൽ 2 ദിവസം താമസിക്കും. അപ്പോൾ നമ്മൾ വേറെ റെഡിയാവും, എന്താ അവിടെ ഭയങ്കര ഞെരുക്കാണ്, 2 ദിവസം അവിടെ നിന്ന് മാറി നിന്നാൽ കുറച്ച് റാഹത്ത് കിട്ടുമല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് മരണത്തിലേക്ക് ഇതേപോലെയാണ് നമ്മളെ വിളിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് അല്ലാഹ് ക്ഷണിക്കുകയാണ്. പക്ഷെ നമുക്ക് മരണം ഭയമാണ്. അല്ലാഹ് പറയാണ്, എന്നാൽ ആഖിറത്തിന്റെ ഭവനം മുത്തഖീങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. വൽആഖിറതു ഖൈറുൽ ലില്ലദീന തഖൗ, തഖ്വ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഖിറമാണ് ഏറ്റവും നല്ലത്, ആഖിറമാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്നുള്ള ആവർത്തിച്ച് പറയുകയാണ്. അപ്പം അള്ളാഹിനെ തഖ്വ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മരണം ഒരു പ്രയാസമല്ല. മരണം അവർക്ക് സന്തോഷത്തിൻ്റെ കവാടമാണ്, അവർക്ക് റാഹത്തിൻ്റെ കവാടമാണ്. അവർക്ക് ഖബർ എന്ന് പറഞ്ഞാൽ ഞെരുക്കല്ല, വിശാലമാണ്. അവർക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ അവിടെ തുറക്കപ്പെടും. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ദുആ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്ശർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഖബറിനും ശിക്ഷയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞുണ്ട്, ഖബറിനും ശിക്ഷയുണ്ടാവും. അള്ളാഹിനോട് കാവൽ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എപ്പോഴും അള്ളാഹിനോട് എല്ലാ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഖബർ മുതൽ തുടങ്ങുന്ന ആഖിറത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാറായപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ വചനം ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ദിക്റുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതലും മരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തത് ഈ ദിക്റുകൾ പറയലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മരണം അടുത്തു. അല്ലാഹു ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്ത് അവതരിപ്പിച്ചു. അതിൻ്റെ അർത്ഥം പോവാനായി എന്നാണ്. അഥവാ സംഘമായ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്, വിജയം വരികയാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. സംഘമായ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി വരുന്നത് കാണുന്നില്ലേ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അതുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുക, വാഴ്ത്തുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പോകാനുള്ള സമയമായി എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഈ തസ്ബീഹുകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളും കൂടുതൽ അള്ളാഹുവിലേക്ക് തിരിയണം, ഇഖ്ലാസ് ഉണ്ടാക്കണം. നമ്മുടെ സ്നേഹവും നമ്മുടെ കോപവും നമ്മുടെ കൊടുക്കലും നമ്മുടെ കൊടുക്കാതിരിക്കലും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഒഴിവാക്കി, ഭാര്യനെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യനെ മോനെ ഒഴിവാക്കി, മോനെ അറക്കാൻ പറഞ്ഞപ്പോൾ അറക്കാൻ തയ്യാറായി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പരീക്ഷിച്ചത്, എന്നോടാണോ സ്നേഹം അതല്ല നിൻ്റെ മോനോടാണോ സ്നേഹം, എന്നോടാണോ സ്നേഹം ഭാര്യനോടാണോ സ്നേഹം? പക്ഷെ അള്ളാഹുവിന് കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാം, എനിക്ക് ഭാര്യനോടല്ല സ്നേഹം, നിന്നോടാണ്. എനിക്ക് മകനോടല്ല സ്നേഹം, നിന്നോടാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീയാണ് എൻ്റെ കൂട്ടുകാരൻ. വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഉറ്റമിത്രമായി സ്വീകരിച്ചു. അപ്പം ആ പരീക്ഷണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജയിക്കുന്നത്. അറക്കാൻ വേണ്ടി പോയപ്പോൾ അള്ളാഹ് പറഞ്ഞു, യാ ഇബ്രാഹിം, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, സ്വപ്നം സാക്ഷാത്കരിച്ചു. നിന്നോട് അറക്കാൻ പറഞ്ഞ നിന്റെ മകനോടുള്ള സ്നേഹത്തെയാണ്, അത് നീ അറുത്ത് കഴിഞ്ഞു, എന്നെ നീ ആടിനറുത്താൽ മതി. അതായത് എനിക്ക് മോനോടാണോ സ്നേഹം എന്ന് ഞാൻ നോക്കിയതായിരുന്നു, പക്ഷെ മോനോടല്ല എന്നോടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമായി. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അപ്പോഴാണ് മുസ്ലിമായി അള്ളാഹ് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമാകുന്നത് എപ്പോഴാണ്? നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴാണ്. ഏത് ത്യാഗത്തിനും ഏത് വിഷമത്തിനും ഏത് പ്രയാസത്തിനും അള്ളാഹുവിനെ അനുസരിക്കാൻ സന്നദ്ധരാകണം. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ കൊടുക്കലും കൊടുക്കാതിരിക്കലും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ സ്നേഹവും കോപമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. നഫ്സിന് വേണ്ടിയാകാൻ പാടില്ല, ഇച്ഛകൾക്ക് വേണ്ടിയാകാൻ പാടില്ല. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണം, സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഒരു സഹാബി നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ആളുകൾ എന്നെ പുകഴ്ത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അവസാനത്തെ ആയത്ത് അവതരിപ്പിച്ചു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ചെയ്തോളി, അതിനോടൊന്നിനും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക.
ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ അവൻ ശിർക്ക് വെച്ചവനാണ്. ശിർക്ക് വെച്ചവനെ പോലെ എന്നല്ല, ശിർക്ക് വെച്ചവനാണ്. ഒവൻ സാമയുറായി ഫഖദ് അശ്റക, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പെടുത്താൽ അവനും ശിർക്ക് വെച്ചവനാണ്. ഒമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധർമ്മം ചെയ്താൽ അവനും ശിർക്ക് വെച്ചവനാണ്. എല്ലാത്തിനും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാകണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമം ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നത്. ഇൻഫ്രാദി ദഅവത്ത് ചെയ്യണം, നമ്മൾ ഒറ്റക്കൊറ്റക്ക് ദഅവത്ത് ചെയ്യണം, എല്ലാവരും ദായികളായി മാറണം. ദഅവത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുക. അള്ളാഹു അല്ലാത്ത മുഴുവൻ കാര്യങ്ങളെ നിഷേധിക്കണം. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും വസ്തുക്കളും ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരിലാഹുമില്ല, ഈ ലോകത്തുള്ള മുഴുവനും അള്ളാഹിൻ്റെ മഖ്ലൂഖാണ്. ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നെ സംരക്ഷിക്കാൻ, എന്നെ സമ്പന്നനാക്കാൻ. ചിരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, കരയിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, വിശാലത നൽകുന്നവൻ അള്ളാഹുവാണ്, ഞെരുക്കം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. എല്ലാ കഴിവും നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇത് ദാവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻഫറാദിയായിട്ടും ദാവത്ത് ചെയ്യണം, ഇജ്തിമായി ആയിട്ടും ദാവത്ത് ചെയ്യണം. നമ്മൾ ഗുളികനെ കുറിച്ച് ദാവത്ത് ചെയ്യും, ഡോക്ടറെ കുറിച്ച് ദാവത്ത് ചെയ്യും, ഹോസ്പിറ്റലിനെ കുറിച്ച് ദാവത്ത് ചെയ്യും. എല്ലാവരും പരസ്യം ചെയ്യാണ്, അതിൻ്റെ കൂടി നമ്മളും പരസ്യം ചെയ്യാണ്. നമ്മൾ പരസ്യം ചെയ്യേണ്ടത് എന്താണ്? അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് നമ്മളോട് പരസ്യം ചെയ്യാൻ പറയുന്നത്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലാണ്. ആ കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മുടെ ചലനത്തിലൂടെ കാണിച്ചു കൊടുക്കണം, നമ്മുടെ നിശ്ചലനത്തിലൂടെ കാണിച്ചു കൊടുക്കണം. എല്ലാ കാര്യവും അതിലേക്കായിരിക്കണം നമ്മളുടെ ദഅവത്ത്. ആ രീതിയിൽ നമ്മൾ ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ഭാര്യ ഹാജറ ബീവി, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ, 3 പേരെയും അള്ളാഹു അനുഗ്രഹിച്ചു. അവരുടെ അനുഗ്രഹത്തിൻ്റെ ദൃഷ്ടാന്തമാണ് മിനയിലെ ഹജ്ജിൻ്റെ താമസം, അതുപോലെ തന്നെ സഫ മർവ, അതുപോലെ തന്നെ സംസം, അറവ്. ഇതൊക്കെ അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതേപോലെ നമ്മൾ കുടുംബസമേതം അള്ളാഹിൻ്റെ ദീനിൻ്റെ പരിശ്രമം ചെയ്താൽ നമ്മുടെ തലമുറയിൽ അള്ളാഹു ദായികളെ ഉണ്ടാക്കും. നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചെയ്താൽ, നമ്മൾ മരിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ദഅവത്തിൻ്റെ ജനാസയും അവിടെ നിൽക്കും. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യ ഉണ്ടാകണം, ഭാര്യൻ്റെ കൂട്ടത്തിൽ ഭർത്താവ് ഉണ്ടാകണം, മക്കളെയും കൂട്ടത്തിൽ കൂട്ടണം. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ തലമുറയിൽ ദഅവത്തുണ്ടാവും, ഹിദായത്തുണ്ടാവും, ദീനിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവശേഷിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ജനാസ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ദീനിൻ്റെ ജനാസയും കൂടി വീട്ടിൽ നിന്ന് എടുക്കും. അപ്പം മുർത്തദ്ദായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആളുകൾ, ആലിമീങ്ങളെ മക്കൾ, ദായികളെ മക്കൾ, ഹാജിയാക്കരുടെ മക്കളൊക്കെ മുർത്തദ്ദാകുന്ന വ്യസനമേറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ദഅവത്തിൻ്റെ പരിശ്രമം മുറുകെ പിടിച്ചാലേ മയ്യത്ത് കുളിപ്പിക്കാൻ ആളുണ്ടാവുള്ളൂ, മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം നമ്മൾ മുറുകെ പിടിച്ച് മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം, ഹാഫിളാത്തുകളാക്കണം. അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, ദീനിൻ്റെ വടിയിൽ ചെറുപ്പം മുതലേ ത്യാഗം ചെയ്ത് പരിശീലിപ്പിക്കണം. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ തലമുറകളിൽ അല്ലാഹു ദീനിൻ്റെ ദായികളായ ആലിമീങ്ങളെ, ഹാഫിളീങ്ങളെ ഉണ്ടാക്കും. ദുനിയാവുള്ള വിശാലമാക്കും, ആഖിറത്തുള്ള വിശാലാക്കും. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചൂടെ മുഴുവൻ ആളുകളും നിയ്യത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ വഴിയിൽ മസ്തൂറാത്ത് ജമാഅത്ത്, സ്ത്രീകളടങ്ങുന്ന ജമാഅത്ത് പുറപ്പെടാൻ വേണ്ടി, അതുപോലെ തന്നെ പുരുഷന്മാർ അള്ളാഹിൻ്റെ മാർഗത്തിൽ 4 മാസം യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പം എന്തിനാണ് യാത്ര എന്ന് ആൾക്കാർ, എന്തിനാ യാത്ര? ഇവിടെ എല്ലാം ഇല്ലേ, ഇവിടെ തന്നെ നിന്നാൽ പോരെ. പക്ഷെ ദീനെന്ന് പറഞ്ഞാൽ, ദീനിൻ്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ യാത്രയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഹിജ്റ. അതിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ത്യാഗത്തിൻ്റെ യാത്ര. നമ്മൾ 4 മാസം എന്തിനാ പോകേണ്ടത്? ഇവിടെ എല്ലാം ഇല്ലേ, ഹിഫ്ള് പഠിക്കാൻ സൗകര്യമുണ്ട്, ഖുർആൻ പഠിക്കാൻ സൗകര്യമുണ്ട്, ദീനിയായ മാഹോലുണ്ട്. പക്ഷെ ഈമാൻ്റെ മാധുര്യം ഒരാൾക്ക് അനുഭവപ്പെടണമെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യണം. ത്യാഗപൂർണ്ണമായ യാത്ര തയ്യാറാകണം. ഭാര്യനെ വിട്ട്, മക്കളെ വിട്ട്, അല്ലെങ്കിൽ ഭാര്യനെയും കൂട്ടി മക്കളെ വീട്ടിലാക്കി ആ മസ്തൂറാത്ത് ജമാഅത്ത് പുറപ്പെടണം. അപ്പോൾ അള്ളാഹു ഈമാൻ്റെ മാധുര്യം വർദ്ധിപ്പിച്ചു തരും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തൗഫീഖ് തരും. അതുകൊണ്ട് ഹിമ്മത്തോടെ പറയും, അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ അവിടെ തശ്കീൽ ചെയ്യും, ഇവിടെ പുരുഷന്മാർ പേര് പറയും ഇൻഷാ അല്ലാഹ്.